ഹലോ. എന്താ മോളെ സുഖാണോ? ചേട്ടാ സുഖം തന്നെ. നിങ്ങൾക്കോ? എനിക്ക് സുഖാണ്. നീ എന്താണ് ചെയ്യുന്നത്? ആ, ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുക. ഓ അങ്ങനെയാണോ? അല്ല, ഗവൺമെന്റ് ജോബിന് വേണ്ടി എക്സാം ഒക്കെ എഴുതിയിരുന്നില്ലേ? ഇനി ഒന്നും കിട്ടിയില്ലേ? അതെ ഏട്ടാ, ഞാനും പല എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശരി ശരി, അത് വിട്ടേക്ക്. ആ, എനിക്ക് അറിഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അദ്ദേഹം ഇതുവരെ കുറെ പേർക്ക് ഒരുപാട് ഗവൺമെന്റ് ജോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനേ അങ്ങേരെ നമ്പർ നിനക്ക് അയച്ചുതരാം. നീ ഒരു പ്രാവശ്യം അങ്ങേരോട് സംസാരിച്ച് നോക്ക്. അങ്ങേര് നിന്നെ തീർച്ചയായും സഹായിക്കുന്നേ. ആ ആ, ശരി ഏട്ടാ. ശരി, ഞാൻ എന്നാ വെക്കട്ടെ. ഉം. ശരി. ഏട്ടൻ പറയുന്നത് വെച്ച് നോക്കുമ്പോ ഉറപ്പായി എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്നാ തോന്നുന്നത്. കിട്ടിയാ കൊള്ളായിരുന്നു. ഉം. ഉം. ഹലോ, ആരാ? ഹലോ, ഇത് ഭാസ്കർ സാറല്ലേ? അതെ. നിങ്ങളാരാ? സർ, എൻ്റെ പേര് ദീപ്തി എന്നാ. നിങ്ങളുടെ നമ്പർ എനിക്ക് ഗോപിയേട്ടനാ തന്നത്. ഓ ഓക്കെ. ശരി, എന്താ കാര്യം പറയൂ. അത് പിന്നെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളെ ഫോൺ ചെയ്ത്. അത് ശരിയാ, എന്നോടും പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്യൂ, വീട്ടിലേക്ക് വരൂ, സംസാരിക്കാം. ശരി സർ. എപ്പോഴാ ഞാൻ വരണ്ടേ? ഇന്ന് വൈകുന്നേരം ഒരു 5 മണിക്ക് വന്നോളൂ. നിങ്ങളുടെ അഡ്രസ് എനിക്കറിയില്ലല്ലോ. ഞാൻ വീട്ടിൽ അഡ്രസ്സും ലൊക്കേഷനും നിങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. എന്താ ഓക്കെ അല്ലേ? ശരി സർ, ഞാൻ വന്നേക്കാം. ശരി. എൻ്റെ അമ്മേ, ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. ഈ സർ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നാ എനിക്ക് ലൈഫിൽ സെറ്റിൽ ആവാൻ പറ്റും. ആരാ വേണ്ടത്? നമസ്കാരം സർ. നമസ്കാരം. ആരാ നിങ്ങൾ? സർ, എൻ്റെ പേര് ദീപ്തി എന്നാ. രാവിലെ ഞാൻ ജോലിക്കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു. അത് പിന്നെ ഗവൺമെന്റ് ജോബിന് വേണ്ടി ഗോപിയേട്ടൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഓ, നീ ആയിരുന്നു അത്. ശരി ശരി, അകത്തോട്ട് വാ. ഇരിക്കേ. കുടിച്ചോളൂ. താങ്ക് യു സർ. പറഞ്ഞോളൂ. സർ, ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടി ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഓക്കെ. നിങ്ങളോട് പറഞ്ഞ ഹെൽപ്പ് ചെയ്യുമെന്ന് ഗോപിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സാറിനെ കാണാൻ വേണ്ടി വന്നതാ. നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ എംകോം ചെയ്തിട്ടുണ്ട് സർ. ഓ, എംകോം. നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലിയുണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. എത്ര ചെലവാകും സർ? അത് പിന്നെ ഒരു 10 ലക്ഷം വരെ ചെലവാകും. 10 ലക്ഷം രൂപയാവോ? 10 ലക്ഷമൊക്കെ കൂടുതലല്ലേ സർ? അതെ, ഈ ജോലിക്ക് 15 ലക്ഷം തരാൻ പോലും ആള് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഒരു തവണ നല്ലോണം ആലോചിച്ച് നോക്കൂ. ഇതാണ് ശരിക്കുള്ള സമയം. നിനക്ക് ഈ ജോലി കിട്ടുവാണെങ്കിൽ നല്ല ഇൻകം ഉണ്ടാവും. അതൊക്കെ ശരിയാ, പക്ഷെ 10 ലക്ഷം കുറച്ച് കൂടുതലല്ലേ സർ?
ഒരു 5 ലക്ഷമൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാം സർ. 5 ലക്ഷമോ? ഇത് നോക്കി, ഒരു തവണ ഞാൻ ആ ഓഫീസേഴ്സിനോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ അല്ലേ? ശരി സർ. ഞാൻ സാറിനെ വിശ്വസിച്ചായിരിക്കുന്നത്. സർ എനിക്ക് വേണ്ടി ഒന്ന് നോക്കിയും കണ്ടും ചെയ്യണം. ശരിന്നേ, ഞാൻ ആ ഓഫീസറിനെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ശരി സർ, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി, എന്നാ പോയിട്ട് വരൂ. ഹലോ, പറഞ്ഞോ ഗോപിയേട്ടാ. ആ ഹലോ ദീപ്തി. ഞാൻ പറഞ്ഞ ഭാസ്കരൻ സാറിനെ പോയി ആ, കണ്ടു. ഞാൻ കണ്ടിരുന്നു ഏട്ടാ. ഉം. പക്ഷേ അദ്ദേഹം 10 ലക്ഷം രൂപയാ ചോദിക്കുന്നത്. എന്റെ അമ്മ, 10 ലക്ഷം! എന്റെ ദൈവമേ, ഇത്രയും കാശ് ചോദിക്കുന്നുണ്ടെങ്കിലേ തീർച്ചയായും ഒരു നല്ല ജോലിയായി നോക്കിയിട്ടുണ്ടാവുക. അങ്ങേരെ വിചാരിച്ചാ നിനക്കൊരു നല്ല ജോലി വാങ്ങിച്ചു തരാൻ പറ്റും. അങ്ങേരെ നീ കുറച്ച് കരുതരുത്. അങ്ങേരുടെ കയ്യിലെ ഒരുപാട് ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണ്ട്. അങ്ങേര് വിചാരിച്ചാലേ നിനക്ക് ഒറ്റ സെക്കൻഡിൽ ജോലി കിട്ടിയിരിക്കും. അതെയോ ഏട്ടാ? എന്തുണ്ടെങ്കിലും ആലോചിച്ച് തീരുമാനിക്കും. മനസ്സിലായോ? ശരി ഏട്ടാ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാ എനിക്ക് ഒത്തിരി സന്തോഷമാവും. ശരി, നീ എന്തുണ്ടെങ്കിലും അങ്ങയോട് സംസാരിച്ചോ. ശരി ഏട്ടാ, ഞാൻ ഫോൺ വെക്കാണേ. ആ. ഹലോ. ആ, ഞാൻ ഭാസ്കരനെ സംസാരിക്കുന്നേ. ആ, പറഞ്ഞോളൂ സർ. നാളെ നിനക്ക് എൻ്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? ആ, ഒന്നും വിചാരിക്കരുത് സർ. സർ ചോദിച്ച ആ എമൗണ്ട് എനിക്ക് റെഡിയാക്കാൻ പറ്റും തോന്നില്ല. ആദ്യം നീ വീട്ടിലേക്ക് വാ, പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ശരി, വരാം സർ. ശരി, എന്നാ വെച്ചോ. ആ, വാ, അകത്തോട്ട് വാ. ഇരിക്കുന്നേ. ഒരു മിനിറ്റ്, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അയ്യോ വേണ്ട സർ. സർ എന്താ ബുദ്ധിമുട്ടെന്ന്? എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ച്. എന്താ കാര്യം സർ? ആ, 10 ലക്ഷം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് നിനക്ക് ഈ ജോലി ഈസിയായി വാങ്ങിച്ചു തരാൻ പറ്റും. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ സർ. 10 ലക്ഷം രൂപയൊന്നും എനിക്ക് റെഡിയാക്കാൻ പറ്റില്ല സർ. ധൃതിപ്പെടല്ലേ, ഞാൻ മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നീ ഒരു വാക്ക് പോന്ന് പറഞ്ഞാലേ ഒരു കാശ് പോലും തരാണ്ട് എന്നെ കൊണ്ട് ഈ ജോബ് വാങ്ങിച്ചു തരാൻ പറ്റും. അതെയോ? ഒന്ന് മനസ്സിലാവുന്നത് പോലെ പറയാവോ? നീ എൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ഇപ്പൊ തന്നെ ഈ ജോലി നിനക്കെന്നെ കിട്ടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. എന്താ, ഓക്കെ ആണോ? സോറി സർ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടേണ്ടതെങ്കിൽ അതുപോലത്തെ ഒരു ജോലി എനിക്ക് വേണ്ട സർ. ഞാനെന്നാ പോവാ.